കായൽക്കരയിലെ രഹസ്യം പാർട്ട് 2. 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കൊല്ലത്തേക്ക് തിരിച്ചു. കായൽക്കരയിലെ കാഴ്ചകൾ കണ്ടു. കൊല്ലത്തെ കായൽ തീരത്ത് എത്തി. സ്ഥലം പോലീസ് റിപ്പോർട്ട് ചെയ്തതുപോലെ വിജനമായിരുന്നു. ശ്രീധരൻ നായർ പതിവ് പോലെ കുമ്പിട്ട് മണ്ണിൽ ശ്രദ്ധിച്ചു. ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് അദ്ദേഹം പരിശോധന തുടങ്ങി. സതീശ, പോലീസ് ഒരു ഹൃദയാഘാതമായി കരുതിയത് സ്വാഭാവികം. കാരണം ഇവിടെ ബലപ്രയോഗത്തിന്റെ അടയാളങ്ങളില്ല. എങ്കിലും ഞാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. 1. ചെറിയ ചവിട്ടടിപ്പാടുകൾ. ഇവിടെ ഗോവിന്ദന്റേതല്ലാത്ത ഒരു സ്ത്രീയുടെ പാദമുദ്രയുണ്ട്. വളരെ ചെറുത്. അവർ ഒരു സാധാരണ ചെരുപ്പല്ല, നല്ല തുകൽ ഷൂ ധരിച്ചാണ് നടന്നിരിക്കുന്നത്. 2. മഞ്ഞപ്പൊടി. ഗോവിന്ദൻ കിടന്ന സ്ഥലത്ത് മണലിൽ കലർന്ന മഞ്ഞനിറത്തിലുള്ള നേർത്ത പൊടി. ഇതൊരു കായൽക്കരയിൽ കാണേണ്ടതല്ല. 3. കൈയിലെ അടയാളം. മൃതദേഹത്തിന്റെ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഇടത് കൈയിലെ മോതിരവിരലിന് താഴെ ഒരു നേർത്ത ചുവന്ന വരയുണ്ടായിരുന്നു. ഒരു ചെറിയ മുറിവ്. ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ഇവിടെയല്ല.